കേരളത്തിൽ ആരോഗ്യ വകുപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കഴിഞ്ഞ ദിവസം ഇങ്ങനെ ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ നടന്ന ഒരു ചികിത്സാ പിഴവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ വീട്ടിലേക്കാണ് കഴിഞ്ഞ ദിവസം മാർച്ച് നടത്തിയത്. ഇപ്പോൾ എല്ലാ സർക്കാർ ആശുപത്രികളും പോയിട്ട് വീണ ജോർജിനെ നിന്നിട്ട് ഇവരെങ്ങനെയാണ് ഓപ്പറേഷൻ ചെയ്യുന്നതെന്നുള്ള പറയാനോ ചെക്ക് ചെയ്യാനോ പറ്റില്ല. ലളിതാംബിക കരുണാകരൻ എന്നുള്ള ഒരു ഡോക്ടറാണ് ആ സർജറി നടത്തിയിട്ടുള്ളത്. ഇപ്പം ഈ ഡോക്ടർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് റിട്ടയർഡ് ആയതിനു ശേഷം സെൻറ്റ് ജോർജസ് മെഡിക്കൽ മിഷൻ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പരുമല ഇവിടെയാണ് ഇവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരെ വീട് യൂത്ത് കോൺഗ്രസ് ആർക്ക് വിചാരിച്ചു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് മനസ്സിലാവും. മാർച്ച് നടത്തണം. കാരണം ഇത്രയും വലിയൊരു പിഴവ് വരുത്തിയത് ഒരിക്കലും നമുക്ക് ന്യായീകരിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. ഇതോടൊപ്പം യൂത്ത് കോൺഗ്രസ്സുകാരും UDF എന്തിനു വേണ്ടിയിട്ടാണ് കേരളത്തിൽ ആരോഗ്യരംഗം തകർന്നു എന്നുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ ഡാറ്റ വെച്ച് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും, കഴിഞ്ഞ വർഷങ്ങളിൽ കേരളത്തിലെ പാവപ്പെട്ട പൊതുജനങ്ങൾ ഏറ്റവും കൂടുതൽ ആശ്രയിച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ സർക്കാർ ആശുപത്രികളിലാണ്. പക്ഷേ 10 വർഷം മുന്നേ അതല്ലായിരുന്നു സ്ഥിതി. ആളുകൾ സ്വകാര്യ മേഖലയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പം നിലവിൽ കേരളത്തിൽ പിടിമുറുക്കിക്കൊണ്ടിരിക്കുന്ന സ്വകാര്യ മേഖല അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുതലായിട്ട് കേരളത്തിലെ എല്ലാ ജില്ലയിലും നടത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ കേരളത്തിലെ സർക്കാർ ആരോഗ്യം തകർന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ, സർക്കാർ ആശുപത്രികൾ തകർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആളുകൾ ഓട്ടോമാറ്റിക്കലി ആളുകളുടെ മനസ്സിലൊരു ചിന്ത വരും, സർക്കാർ ആശുപത്രി കൊള്ളില്ല, നമുക്ക് മിംസിലും അവിടെ ഇവിടെയൊക്കെ പോയിട്ട് ബേബിയിലൊക്കെ പോയിട്ട് കാണിക്കാം. അപ്പോൾ എന്താണ്, സ്വകാര്യ ആശുപത്രികളുടെ വരുമാനം വർദ്ധിക്കും, അവർ ഇൻവെസ്റ്റ് ചെയ്ത പൈസയുടെ മുടക്ക് കിട്ടും. അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ പൈസയുടെ എടുത്തിട്ടാണ് ഇവർ UDF PR-ഉം തെരഞ്ഞെടുപ്പ് പരിപാടികളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ നല്ല രീതിയിൽ മെച്ചപ്പെട്ട് കൊണ്ടുപോയിരിക്കുന്ന ആരോഗ്യ രംഗത്തെ തകർക്കാനും അതോടൊപ്പം ഇല്ലായ്മ ചെയ്യാനുള്ള UDF ഈ ശ്രമത്തെ കേരളം തിരിച്ചറിയും എന്നാണ് പറയേണ്ടത്.